ഈ വീഡിയോൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റാണ്, ഇസ്ലാം എത്ര നരകീയ മതം, ആഘോഷമെന്ന് പറഞ്ഞിട്ട് ബലിപെരുന്നാളെന്ന് പറഞ്ഞിട്ട് കുറേ മൃഗങ്ങളെയും അറുത്ത് തിന്ന് വയറും നിറച്ച് നടക്കുന്ന നരഭോജികൾ. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ഉപ്പാനോട് വന്നിട്ട് സ്വന്തം മകനെ ബലിയെറുക്കാൻ പറയാണ്. അള്ളാഹുവിൻ്റെ ഓർഡർ പിടിച്ചിട്ട് ജിബ്രീൽ വന്നിട്ട് അലൈഹിസ്സലാം ഇബ്രാഹിം നബിയോട് സ്വന്തം മകനെ ആശിച്ച് ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ വാർദ്ധക്യത്തിൽ ലഭിച്ച ഒരു പൊന്നു മോനെ ബലിയെറുക്കാൻ പറയാണ്. ഇബ്രാഹിം നബി മനസ്സോടെ ഇസ്മായിൽ നബിനോട് അത് പോയി ചോദിക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ ഒരു ഓർഡർ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ഇസ്മായിൽ നബി പറഞ്ഞ മറുപടിയാണ് നമ്മൾ ചിന്തിപ്പിക്കേണ്ടത്. എൻ്റെ റബ്ബാണ് എനിക്ക് ജീവൻ തന്നത്, ആ റബ്ബാണ് എൻ്റെ ജീവനെ വീണ്ടും തിരിച്ചെടുക്കാൻ പോകുന്നത്, തീർച്ചയായും എന്നെ ബലിയെറുക്കുക. അങ്ങനെ ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെ ബലിയെറുക്കാൻ ഒരുങ്ങുന്ന കർമ്മത്തിൽ കത്തി ഇവിടെ വെച്ചപ്പോൾ കത്തിക്ക് മൂർച്ചയില്ല. ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും, ആ കത്തിയെടുത്ത് അപ്പുറത്തുള്ളൊരു കല്ലുമ്മ കത്തി ഒന്ന് വെച്ചു പോയപ്പോൾ കല്ല് രണ്ട് കണ്ടമായി പോയി. അപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണം മാത്രമായിരുന്നു. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ആ കർമ്മത്തിൽ ഒരുങ്ങുന്നതിന് മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം ആടുമായി വന്നു. ആ ഒരു സ്മരണ പുതുക്കലാണ് ഓരോ ബലി പെരുന്നാളും. ഇത് അറുത്തിട്ട് ഈ മൃഗങ്ങളെ വയറ് നിറച്ച് തിന്നാനല്ല പറയുന്നത്, പാവങ്ങൾക്ക് ഇല്ലാത്തവർക്ക് സ്വതക്ക കൊടുക്കാനാണ് പറയുന്നത്. ഏറ്റവും അഫ്ളലായത് ഒരു ബലികർമ്മത്തിൽ പങ്കെടുത്ത ഒരാളോട് പറയുന്നത് ഇതിന്റെ കരൾ കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ട് ബാക്കി മുഴുവൻ സ്വതക്ക ചെയ്യാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാനാണ് പറയുന്നത്. പിന്നെ ഹജ്ജത്തുൽ വിദാഇന്റെ അവസാനത്തെ അന്ന് പ്രവാചകൻ 100 ബലികർമ്മങ്ങൾ നടത്തി, 100 മൃഗങ്ങൾ അറുത്തു. അതിൽ 63 സ്വന്തം കൈ കൊണ്ടാണ് പ്രവാചകൻ അറുത്തത്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ബലികർമ്മങ്ങൾ ഞാൻ നടത്തിയത്, ഈ 100 ബലികർമ്മങ്ങൾ ഞാൻ ചെയ്തത് എനിക്കും എൻ്റെ ഉമ്മത്തിലെ പാവപ്പെട്ട ഒന്നുമില്ലാത്ത ഫക്കീർമാർക്കും വേണ്ടിയാണ്. ഇതെല്ലാം ആശിച്ച് ആഗ്രഹിച്ച് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ടോ, പക്ഷേ സാമ്പത്തികമായി അവർക്ക് കഴിയാത്തവരായിരിക്കും, അവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. ഒരു ബലികർമ്മത്തിൽ തശ്രീഖു ഫിൽ അജ്രി, കൂലിയിൽ നമുക്ക് പങ്കാളികളാക്കാം എന്നാണ്. ഉദാഹരണത്തിന് ഞാൻ അറുത്താൽ ഇതിൻ്റെ കൂലി മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ എനിക്ക് ആ കൂലിയിൽ പങ്കാളികളാക്കാൻ സാധിക്കുമെന്നാണ് കർമ്മശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് ഓരോ ബലി പെരുന്നാളും മൃഗീയമായി മൃഗത്തിനോട് കരുണയില്ലാതെ പെരുമാറ്റമല്ല. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ത്യാഗത്തിൻ്റെയും പടച്ച റബ്ബിലർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ സ്മരണ പുതുക്കലാണ് ഓരോ ബലി പെരുന്നാളും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു പോയിക്കാണ്, ഇന്നോടോ ഈ കേൾക്കണം നിങ്ങളോടോ വന്നിട്ട് പടച്ച റബ്ബ് സ്വന്തം മോനെ അറക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ചെയ്യുമോ? ഇല്ല. അത് അത്രയ്ക്ക് ഈമാനും പവറുള്ളവർക്കേ കഴിയുള്ളൂ. അത് ഇബ്രാഹിം നബി ചെയ്തു. റബ്ബിന്റെ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി വിജയിച്ചു. അങ്ങനെയാണ് അവർക്ക് ആടുകൊണ്ട് വരുന്നത്. ആ ഒരു സ്മരണ പുതുക്കലാണ് ഓരോ ബലി പെരുന്നാളും. ഇൻഷാ അല്ലാഹ്.